വാഴക്കാട് ഗവൺമെന്റ് ITI കെട്ടിട ശിലാസ്ഥാപനം ബുധനാഴ്ച നടക്കുമെന്ന് സംഘാടക സമിതി എടവണ്ണപ്പാറ പ്രസ് ക്ലബ്ബിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വാഴക്കാട് ഗവൺമെന്റ് ITI കെട്ടിട ശിലാസ്ഥാപനം മാർച്ച് 5 രാവിലെ 10 മണിക്ക് എളമരം കരിയാത്തൻകുഴിയിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ കൊണ്ടോട്ടി നിയോജക മണ്ഡലം MLA TV ഇബ്രാഹിമിന്റെ അധ്യക്ഷതയിൽ തൊഴിൽ നൈപുണ്യ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി നിർവഹിക്കും. ചടങ്ങിൽ ET മുഹമ്മദ് ബഷീർ MP മുഖ്യാതിഥിയായി പങ്കെടുക്കും. വിവിധ ജനപ്രതിനിധികളും രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖരും സംബന്ധിക്കും. നിലവിൽ വാഴക്കാട് പഞ്ചായത്ത് ദാറുൽ ഉലൂം അസോസിയേഷന്റെ സഹകരണത്തോടെ സൗജന്യമായി വിട്ടുനൽകിയ താൽക്കാലിക കെട്ടിടത്തിലാണ് ITI പ്രവർത്തിച്ചു വരുന്നത്. പ്ലംബർ, ഇലക്ട്രീഷ്യൻ, വെൽഡർ, ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ എന്നീ 4 ട്രേഡുകളിലായി 176 ട്രെയിനികൾ പരിശീലിക്കുന്ന താൽക്കാലിക സ്ഥാപനം പുതിയ കെട്ടിടത്തിന്റെ പൂർത്തീകരണത്തോടെ പൂർണ്ണമായും അതിനൂതന സാങ്കേതിക വിദ്യയോടെ പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ITI അധികൃതർ. നിർമ്മാണ പ്രവർത്തനത്തിനായി 6.2 കോടി നിലവിൽ അനുവദിച്ചിട്ടുണ്ട്. ഈ നിർമ്മാണ പ്രവൃത്തികളുടെ ഉദ്ഘാടനമാണ് ബുധനാഴ്ച നടക്കുന്നത്. സെല്ലാർ ഉൾപ്പെടെ 2 കെട്ടിട സമുച്ചയമാണ് PWD പ്ലാൻ ചെയ്തിട്ടുള്ളത്. നിർമ്മാണം പൂർത്തിയാകുന്നതിന് ഇനി 3.82 കോടി രൂപ കൂടി അനുവദിക്കേണ്ടതുണ്ട്. എടവണ്ണപ്പാറ പ്രസ് ക്ലബ്ബിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് MK നൌഷാദ്, വാഴക്കാട് ITI പ്രിൻസിപ്പൽ മുഹമ്മദ് അലി KP, ഗ്രൂപ്പ് ഇൻസ്ട്രക്ടർ സാദിഖ് P, സ്റ്റാഫ് സെക്രട്ടറി സലീം KP തുടങ്ങിയവർ സംസാരിച്ചു. പ്രിയമുള്ളവരെ, നമ്മൾ വാഴക്കാട് ഗവൺമെൻറ് ITIയുടെ തറക്കല്ലിടൽ കർമ്മവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ പത്രസമ്മേളനം വിളിച്ചു ചേർത്തിട്ടുള്ളത്. പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് നമ്മുടെ ITIയുടെ പ്രിൻസിപ്പൽ ശ്രീ മുഹമ്മദ് അലി സാർ, അതുപോലെ തന്നെ സീനിയർ ഇൻസ്ട്രക്ടർ ശ്രീ KP സലീം, അതുപോലെ തന്നെ ഗ്രൂപ്പ് ഇൻസ്ട്രക്ടർ ശ്രീ സാദിഖ് മണക്കടവ് എന്നിവരാണ്. ഞാൻ പാലക്കാട് പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. വളരെ ആവേശത്തോടെയും അതിലേറെ ആഹ്ലാദത്തോടെയുമാണ് ഈ ചടങ്ങിനെ സാക്ഷ്യം വഹിക്കാൻ വേണ്ടി നമ്മുടെ വാഴക്കാട് ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ആളുകളും ഒരുങ്ങുന്നത്. കാരണം ഏറെക്കാലത്തെ ഒരു ചിരകാല അഭിലാഷമാണ് ഇവിടെ പൂവണിയാൻ പോകുന്നത്. നമ്മുടെ ITI ആരംഭിച്ചിട്ട് 3 വർഷമായി. ഗവൺമെൻറ് ITI ആരംഭിച്ച് 2021 ഇത് ഇവിടെ ആരംഭിക്കുന്നത്. അന്നത്തെ ഗവൺമെൻറ് വാഴക്കാട്ടേക്ക് ഒരു സർക്കാർ ITI അനുവദിച്ചപ്പോൾ ബഹുമാന്യനായ അന്നത്തെ MLA, അന്നത്തെയും ഇന്നത്തെയും MLA ശ്രീ TV ഇബ്രാഹിം, അദ്ദേഹത്തിൻ്റെ നിതാന്ത പരിശ്രമം മൂലം അന്ന് 5 ITIകൾ അനുവദിച്ചതിൽ ആദ്യമായി നമുക്ക് തുടക്കം കുറിക്കാൻ കഴിഞ്ഞത് വാഴക്കാട് ഗവൺമെൻറ് ITI എന്ന സ്ഥാപനത്തിനാണ്. നമ്മൾ പഞ്ചായത്ത് തന്നെ മുൻകൈയെടുത്ത് ഇവിടുത്തെ സാമൂഹിക രാഷ്ട്രീയ മേഖലകളിലുള്ള പൊതുപ്രവർത്തകരുടെ കൂടി പങ്കാളിത്തത്തോടു കൂടി കാലതാമസം കൂടാതെ ആ ITIയിൽ ക്ലാസ് ആരംഭിക്കാൻ സാധിച്ചു. എടുത്തു പറയേണ്ട ഒരു കാര്യം, വാഴക്കാട് ദാറുൽ ഉലൂം, കോയപ്പത്തടി ദാറുൽ ഉലൂമിൻ്റെ മാനേജ്മെൻറ്റ് വളരെ വലിയ ഒരു ഹൃദയവിശാലത, മഹാമനസ്കത അവരുടെ ഭാഗത്തു നിന്നുണ്ടായി. സൗജന്യമായ നിലയിൽ അവർ അവിടെ ക്ലാസ് ആരംഭിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കി തന്നു. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ക്ലബ്ബുകളും രാഷ്ട്രീയ പാർട്ടികളും മറ്റു സന്നദ്ധ സംഘടനകളുമൊക്കെ അവരുടേതായിട്ടുള്ള ഒരു വിഹിതം നൽകി ക്ലാസ് റൂം ഒരുക്കുന്നതിന് വേണ്ടി അവിടെ ബോർഡും ഡെസ്കും ബെഞ്ചും അനുബന്ധ സൗകര്യങ്ങൾക്കൊക്കെ ഫണ്ട് കണ്ടെത്താൻ നമുക്ക് സാധിച്ചു. അങ്ങനെയാണ് നമ്മൾ ഈ ITI ഇവിടെ സ്ഥാപിതമാകുന്നത്. പരിമിതമായ കാലത്തിന് ഇടയിൽ തന്നെ സ്വന്തമായ കെട്ടിടമെന്നുള്ള സ്വപ്നം സാക്ഷാത്കരിക്കാൻ പോവുകയാണ്. ഏകദേശം 6.5 കോടിയോളം രൂപ, അല്ലേ, 6.5 കോടിയോളം രൂപ ചിലവിട്ടുകൊണ്ടാണ് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ ഇപ്പോൾ അനുമതി ലഭിച്ചിരിക്കുന്നത്. നിർമ്മാൺ ഗ്രൂപ്പാണ് ഈ നിർമ്മാണ പ്രവൃത്തി ഏറ്റെടുത്തിട്ടുള്ളത്. അതിൻ്റെ
ശിലാസ്ഥാപന ചടങ്ങാണ് നാളെ നടക്കാൻ പോകുന്നത്. ബഹുമാന്യനായ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയാണ് ഇതിൻ്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കുന്നത്. പ്രിയങ്കരനായ MLA ഈ ITI ഇവിടെ കൊണ്ടുവരുന്നതിന് വേണ്ടി വലിയ പരിശ്രമം നടത്തിയിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമ്മൾ ഓർക്കേണ്ട ഒരു വ്യക്തിത്വം ശ്രീ മുഹമ്മദ് ഉണ്ണി ഹാജിയാണ്. മരണപ്പെട്ടു പോയ ഈ അടുത്ത സമയത്താണ് ശ്രീ മമ്മുണ്ണി ഹാജി മരണപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ നിരന്തരമായ പരിശ്രമത്തിനൊടുവിലാണ് ITI ഇവിടെ അനുവദിക്കുന്നത്. അത് യാഥാർത്ഥ്യമാക്കാൻ അദ്ദേഹത്തിൻ്റെ പിന്തുടർച്ചക്കാരനായി വന്ന ശ്രീ TV ഇബ്രാഹിമിന് സാധിച്ചു. അദ്ദേഹം ITI യാഥാർത്ഥ്യമാക്കിയെന്ന് മാത്രമല്ല, അതിൻ്റെ തുടർന്ന് സ്വന്തമായ കെട്ടിടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി, അതോടൊപ്പം തന്നെ പുതിയ ട്രേഡുകൾ അനുവദിക്കുന്നതിന് വേണ്ടിയൊക്കെ വലിയ പരിശ്രമം നമ്മുടെ നിലവിലുള്ള MLAയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് വലിയ കാലവിളംബം കൂടാതെ നമുക്ക് ഇപ്പോൾ കെട്ടിട നിർമ്മാണത്തിനുള്ള സാഹചര്യം ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ MLAയുടെ അധ്യക്ഷതയിൽ പ്രിയപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടി ഇതിൻ്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കും. അതോടൊപ്പം നമ്മുടെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തുള്ള പ്രഗത്ഭ വ്യക്തിത്വങ്ങൾ, ജനപ്രതിനിധികൾ എല്ലാവരുടെയും പങ്കാളിത്തം ഈ പരിപാടിയിലുണ്ടാകും. അതോടൊപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം, ബഹുമാന്യനായ MLAയും അതുപോലെ തന്നെ ബഹുമാന്യനായ മന്ത്രിയും അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട നമ്മുടെ പാർലമെൻറ്റ് മെമ്പർ, നാട്ടുകാരൻ കൂടിയായിട്ടുള്ള ശ്രീ T മുഹമ്മദ് ബഷീർ സാഹിബ് മുഖ്യാതിഥിയായി ഈ ചടങ്ങിൽ പങ്കെടുക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിലുള്ളവർ, അതോടൊപ്പം തന്നെ ITIയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്ന പ്രമുഖ ഒഫീഷ്യൽസ്, അതുപോലെ തന്നെ മറ്റു ജീവനക്കാരെല്ലാവരുടെയും പങ്കാളിത്തവും സാന്നിധ്യവും നാളത്തെ ഈ പരിപാടിയിലുണ്ടാകും. മുഴുവൻ ആളുകളുടെയും ഒരു സഹായ സഹകരണം, നമ്മൾ ഒരു ഉത്സവച്ചായയിൽ ഒട്ടും അതിന് ഭംഗം വരാത്ത വിധത്തിൽ ഒരു ചടങ്ങ് എന്നുള്ള നിലയിലാണ് ഈ ശിലാസ്ഥാപന ചടങ്ങ് നടത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നത്. ഈ പ്രദേശത്തിൻ്റെ സത്യത്തിൽ ITIയുടെ കൂടി വരവോടുകൂടി വാഴക്കാട് ഒരു എഡ്യൂക്കേഷണൽ ഹബ്ബായി മാറിയിരിക്കുകയാണ്. വാഴക്കാട് പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇവിടെ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്, അവരുടെ അപ്ലൈഡ് സയൻസ് കോളേജുണ്ട്, ദാറുൽ നേതൃത്വത്തിലുള്ള BEd കോളേജുണ്ട്, അവരുടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ട്, ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ 2 ഹൈസ്കൂളും ഒരു ഹയർ സെക്കൻഡറി സ്കൂളുമുണ്ട്, ഒരു അറബിക് കോളേജുണ്ട്. അതോടൊപ്പം തന്നെ ഏകദേശം 21ഓളം മറ്റു വിദ്യാലയങ്ങൾ, പ്രൈമറി തലങ്ങളിലുള്ള വിദ്യാലയങ്ങൾ ഉൾപ്പെടെ ഇവിടെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അതിനു പുറമെ ഇപ്പോൾ ഗവൺമെൻറ് ITIയും, അങ്ങനെ വിവിധങ്ങളായ വിദ്യാലയങ്ങൾ കൊണ്ട് സമ്പന്നമായ ഒരു എഡ്യൂക്കേഷണൽ ഹബ്ബ് എന്നുള്ള നിലയ്ക്ക് വാഴക്കാടിനെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു മുഹൂർത്തത്തിൽ കൂടിയാണ് വാഴക്കാട് ITIയുടെ ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കുന്നത്. ഇതിന് നമുക്കറിയാം, ബഹുമാനനായ ശിവൻകുട്ടി, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടിയുടെയും അതുപോലെ തന്നെ ബഹുമാനനായ MLA ശ്രീ TV ഇബ്രാഹിമിനും അതോടൊപ്പം തന്നെ അതിലുപരി നമ്മുടെ പാർലമെൻറ്റ് അംഗം ബഹുമാന്യനായ T മുഹമ്മദ് ബഷീർ സാഹിബിനെയും ഒക്കെ ഞങ്ങൾ വളരെ സന്തോഷാതിരാഗത്താലാണ് ഇവിടേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നത്. അതോടൊപ്പം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ മറ്റു ജനപ്രതിനിധികളൊക്കെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാവരെയും ഹൃദ്യമായി വാഴക്കാട്ടേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് നൗഷാദ് അവറുകളെ, സ്ഥാപനത്തിലെ ഗ്രൂപ്പ് ഇൻസ്പെക്ടർ സാദിഖ് സാർ, അതുപോലെ സ്ഥാപനത്തിലെ സ്റ്റാഫ് സെക്രട്ടറി KP സലീം, പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. 2021 ഫെബ്രുവരിയിലാണ് അന്നത്തെ സംസ്ഥാന ഗവൺമെൻറ് ഇവിടെ വാഴക്കാട് ഈ ഗവൺമെൻറ് ITI അനുവദിച്ചത്. അന്നത്തെ സർക്കാരും അതുപോലെ തന്നെ അന്നത്തെ ബഹുമാനപ്പെട്ട നമ്മുടെ MLAയും വാഴക്കാട്ടുള്ള ഗ്രാമപഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളുടെയൊക്കെ ശ്രമഫലമായിട്ടാണ് വാഴക്കാട് ഇങ്ങനെയൊരു സ്ഥാപനം അനുവദിച്ച് കിട്ടിയത്. 2021 പ്രവർത്തനം ആരംഭിച്ചത് 4 ട്രേഡോടുകൂടിയാണ്. അതായത് ഇലക്ട്രീഷ്യൻ, ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, പ്ലംബർ, വെൽഡർ
എന്നീ 4 ട്രേഡുകളിലാണ് ഇപ്പം പരിശീലനം നടത്തി വരുന്നത്. 176 കുട്ടികളാണ് ഇവിടെ സ്ഥാപനത്തിൽ പഠിക്കുന്നത്. 14 സ്റ്റാഫ് അംഗങ്ങളുണ്ട്. നിലവിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ദാറുൽ ഉലൂം അസോസിയേഷൻ്റെ വാടക കെട്ടിടത്തിലാണ്. ഗ്രാമപഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ ദാറുൽ ഉലൂം അസോസിയേഷൻ്റെയും ഒക്കെ ശ്രമഫലമായിട്ട് അവരുടെ വാടക കെട്ടിടത്തിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. 2021 ആരംഭിച്ച സ്ഥാപനത്തിന് 2022 തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം ലഭിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, വളരെ സൗകര്യപ്രദമായ സ്ഥലം, ഏതാണ്ട് മെയിൻ റോഡിൽ നിന്നും ഒരു 100 മീറ്റർ വിട്ടിട്ട് വളരെ സൗകര്യപ്രദമായ സ്ഥലം, ഗ്രാമപഞ്ചായത്ത് 2 ഏക്കർ സ്ഥലം വളരെ സൗജന്യമായിട്ട് ഈ ITI നിർമ്മിക്കാൻ വേണ്ടിയിട്ട് യാതൊരു ഉപാധിയുമില്ലാതെ നമുക്ക് വിട്ടു നൽകുകയുണ്ടായി. ഇപ്പോൾ അത് റവന്യൂ ഇവിടെ അടുത്താണുള്ളത്. അത് വ്യാവസായിക പരിശീലന വകുപ്പിന് കെട്ടിടം നിർമ്മിക്കാൻ വേണ്ടി വിട്ടു എന്നാണ്. 6.5 കോടി രൂപയുടെ എസ്റ്റിമേറ്റാണ് ഫണ്ടാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അതിലിപ്പോൾ PWD ആണ് നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സെല്ലാർ ഫ്ലോറും അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ച് 2 ഫ്ലോറും ഉൾപ്പെടെയുള്ള ബിൽഡിംഗാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ 3.82 കോടി രൂപ കൂടെ ലഭ്യമായാൽ നമുക്കിതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയും. അതുകൊണ്ട് ഉടൻ തന്നെ ലഭ്യമാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതോടൊപ്പം ചേർത്ത് പറയേണ്ട കാര്യം, ഏതാണ്ട് 98%, 100% തന്നെ പറയാം, നമ്മുടെ സ്ഥാപനത്തിൽ എല്ലാ വർഷവും റിസൾട്ട് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ വളരെ പാവപ്പെട്ട കുട്ടികളാണ്, പാവപ്പെട്ടവരുടെ എഞ്ചിനീയറിംഗ് കോളേജ് എന്നാണ് അറിയപ്പെടുന്നത് ITI. വളരെ പാവപ്പെട്ട കുട്ടികളാണ്, ഈ പ്രദേശത്തുള്ള കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത്. പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഉടൻ തന്നെ വിവിധ കമ്പനികളിൽ പ്ലേസ്മെൻറ്റ് ലഭിക്കുവാൻ വേണ്ട സഹായം, പ്ലേസ്മെൻറ്റ് സെല്ല് കൂടെ നമ്മുടെ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. പഠിച്ചു കഴിഞ്ഞ കുട്ടികളൊന്നും തന്നെ വെറുതെ നടക്കുന്നൊരു സ്ഥിതിവിശേഷം ഇല്ല. അവർക്ക് തൊഴിൽ ലഭ്യമാക്കാൻ വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്യുന്നുണ്ട്. നിലവിൽ ഈ 132 സീറ്റിലേക്ക് ഓരോ വർഷവും 5000-ത്തിലധികം അപേക്ഷകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാവുന്നതോടുകൂടെ കൂടുതൽ ട്രേഡുകൾ സ്ഥാപനത്തിലേക്ക്, കൂടുതൽ നൂതനമായിട്ടുള്ള ട്രേഡുകളൊക്കെ നമുക്ക് സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. അതിന് സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ ഇവിടുത്തെ ബഹുമാനപ്പെട്ട നമ്മുടെ MLAയും പഞ്ചായത്ത് പ്രതിനിധികളും എല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇത്രയുമാണ് ഇതിൽ പറയാനുള്ളത്. വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.